ഡോക്ടർ, അതുപോലെ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ തന്നെ ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു സമയം ഏതാണെന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പീരീഡ്സിന്റെ ഡേ 1 മുതൽ അടുത്ത പീരീഡ് ആവുന്നവരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ 2 മെയിൻ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഒന്ന് അണ്ടാശയത്തിൽ അണ്ടം ഡെവലപ്പ് ആവുക, പിന്നെ യൂട്രസിനകത്ത് ഒരു പ്രഗ്നന്റ് ആവാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ പ്രഗ്നൻസി സ്വീകരിക്കാൻ വേണ്ടി യൂട്രസ് തയ്യാറാവുക. ഇങ്ങനെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അണ്ടാശയത്തിലാണെങ്കിൽ ഇപ്പോൾ അണ്ടം ചെറിയ കുരുക്കളായിട്ടാണ് ഉണ്ടാവുക. ഒരു പീരീഡിൽ ഒരു അണ്ടമാണ് ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, ഓവുലേഷന് വേണ്ടിയിട്ട്, അണ്ടവിസർജനത്തിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ 14 ദിവസങ്ങളിൽ നോർമൽ ഒരു 28 ഡേ ഡ്യൂറേഷനുള്ള ഒരു സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് ആദ്യത്തെ 14 ദിവസങ്ങളിൽ ഈ അണ്ടം ഡെവലപ്പായി വരും. അതേപോലെ തന്നെ യൂട്രസിൽ കുറേ ബ്ലഡ് വെസൽസ് ഒക്കെ വന്ന് യൂട്രസിന്റെ ഇന്നർ ലൈനിങ്, ഇന്നർ ഒരു ലെയറിൽ നല്ല തിക്നെസ് ഉണ്ടാകും. ഓക്കെ, അതേ സമയത്ത് ഈ 14 ദിവസം എത്തുമ്പം അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കും. ഓക്കെ, ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ പീരീഡിൽ നമ്മൾ കൺസീവ് ആവുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ ആ അണ്ടം നമ്മുടെ ബോഡിയിലേക്ക് തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യാണ്. പിന്നെ ആ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറായ യൂട്രസിന്റെ ആ ലൈനിങ് ഫുൾ ഷെഡ് ചെയ്ത് പോവാണ്. അതാണ് അടുത്ത പീരീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനിടയിൽ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ അണ്ടവിസർജനം നടക്കുന്ന ആ ഒരു ഡേറ്റ് ആണ്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ കുറച്ച് ടീഡിയസ് ആണ്. അപ്പം നമ്മൾ ആ ഒരു നമ്മുടെ പീരീഡ്സ് എല്ലാം കറക്റ്റായിട്ട് കലണ്ടർ മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ 6 സൈക്കിൾസ് എടുക്കുക, നമ്മുടെ പ്രീവിയസ് 6 പീരീഡ്സ് എടുക്കുക. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്, ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണെന്ന് നോക്കണം. ഷോർട്ടസ്റ്റ് 18 കുറയ്ക്കുക, ലോങ്ങസ്റ്റ് 11 കുറയ്ക്കുക. അപ്പം നമുക്ക് 2 വാല്യൂ കിട്ടും. യൂഷ്വലി അത് നോർമൽ പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരു 8 to 18 അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൈക്കിളിന്റെ 8ാം ദിവസം മുതൽ 18ാം ദിവസം വരെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പ്രഗ്നന്റ് ആവാൻ സാധ്യത കൂടുതലാണ്.